നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള രണ്ടാം ടെസ്റ്റിൻ്റെ ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ടീം ഇന്ത്യ ശക്തമായ നിലയിലാണ്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഒന്നാം ദിവസത്തെ സ്റ്റംസിൻ്റെ സമയത്ത് 5 വിക്കറ്റ് നഷ്ടത്തിൽ 310 റൺസാണ് അടിച്ചിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി നായകൻ ശുഭ്മൻ ഗില്ല് 114 റൺസ് സ്കോർ ചെയ്ത് ക്രീസിലുണ്ട്. യശസ്വി ജയ്സ്വാൾ കിടിലൻ പ്രകടനം നടത്തി. അദ്ദേഹത്തിന് പക്ഷേ അർഹിച്ച സെഞ്ചുറി 13 റൺസ് അകലെ നഷ്ടമാവുകയായിരുന്നു. മികച്ച ഒരു ഇന്നിങ്സുമായി ഗില്ലിന് പിന്തുണ കൊടുത്തുകൊണ്ട് രവീന്ദ്ര ജഡേജ ക്രീസിലുണ്ട്. 41 റൺസുമായിട്ട് അദ്ദേഹം ക്രീസിലുണ്ട്. ഇന്നത്തെ ദിവസം ടീം ഇന്ത്യയുടേത് തന്നെയാണ് എന്ന് പറയേണ്ടി വരും. 3 സെഷനുകൾ. ആദ്യ സെഷനിൽ 2 വിക്കറ്റാണ് നഷ്ടപ്പെട്ടത്. 25 ഓവർ ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ 98 റൺസ് അടിച്ചിരുന്നു. 3.92 സ്ട്രൈക്ക് റേറ്റിലാണ് ആദ്യ സെഷൻ കളിച്ചത്. റൺ റേറ്റിലാണ് ആദ്യ സെഷൻ കളിച്ചത്. സെക്കൻഡ് സെഷനിൽ 28 ഓവറുകൾ 84 റൺസ്. നമുക്കൊരു വിക്കറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടിരുന്നത്. 3 റൺ റേറ്റിലാണ് രണ്ടാം സെഷൻ കളിച്ചതെങ്കിൽ മൂന്നാം സെഷനിൽ 2 വിക്കറ്റുകൾ നഷ്ടമായെങ്കിലും 32 ഓവറുകൾ കളിച്ച് 128 റൺസാണ് നമ്മൾ അടിച്ചത്. 4 റൺ റേറ്റിൽ സാമാന്യം വേഗത്തിൽ തന്നെ സ്കോർ ചെയ്തിട്ടുണ്ട്. സോ നല്ലൊരു സ്കോറിലേക്കാണ് പോക്ക്. ആകെ നിരാശപ്പെടുത്തി എന്ന് പറയാനുള്ളത് KL രാഹുലും നിതീഷ് കുമാർ റെഡ്ഡിയുമാണ്. KL രാഹുൽ വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് തുടക്കമിട്ടത്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹത്തെ വോക്സ് മടക്കിവിട്ടു. 26 പന്തിൽ നിന്ന് 2 റൺസായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഭാവന. കരുൺ നായർ മികച്ച രൂപത്തിൽ തന്നെ ബാറ്റ് ചെയ്തു പോയി. 50 പന്തിൽ നിന്ന് 31 റൺസ് അടിച്ച് അദ്ദേഹത്തെ ലഞ്ചിന് മുമ്പ് ബ്രൈഡൻ കാർഡ്സ് ഹാരി ബ്രൂക്കിൻ്റെ കൈകളിലെത്തിക്കുകയായിരുന്നു. യശസ്വി ജയ്സ്വാളും ശുഭ്മൻ ഗില്ലും ചേർന്ന ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. യശസ്വി ജയ്സ്വാൾ 107 പന്തിൽ നിന്ന് 13 ഫോറുകളുടെ സഹായത്തോടെ 87 റൺസ് അടിച്ച് മടങ്ങി. ഋഷഭ് പന്ത് 42 പന്തിൽ നിന്ന് 25 റൺസാണ് അടിച്ചത്. നിതീഷ് കുമാർ റെഡ്ഡി 6 പന്തിൽ നിന്ന് 1 റൺസുമായിട്ട് ക്രിസ് വോക്സിന് വിക്കറ്റ് നൽകി മടങ്ങുകയായിരുന്നു. അങ്ങനെ ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ സ്കോർ 211-5 അപ്പോഴാണ് രവീന്ദ്ര ജഡേജ ഗില്ലിന് കൂട്ടായിട്ടെത്തുന്നത്. ജഡേജ 67 പന്തിൽ നിന്ന് 41 റൺസുമായിട്ട് ക്രീസിലുണ്ട്. ഗില്ല് 215 പന്തുകൾ നേരിട്ട് 12 ഫോറുകളുടെ സഹായത്തോടെ 113 റൺസുമായിട്ട് 114 റൺസുമായിട്ട് ഗംഭീര ഇന്നിങ്സുമായിട്ട് അവിടെ ക്യാപ്റ്റൻ്റെ കളി കളിച്ച് നിൽപ്പാണ്. ഇംഗ്ലണ്ടിന് വേണ്ടി വോക്സ് 2 വിക്കറ്റ് എടുത്തപ്പോൾ കാൾസും സ്റ്റോക്സും ബാഷറും ഓരോ വിക്കറ്റുകൾ വീഴ്ത്തി. എന്തായാലും ശക്തമായ നിലയിലാണ് 310 റൺസ് ആദ്യ ദിവസം അടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതിൻ്റെ ഒരു തുടർച്ച നാളെ ഉണ്ടാവണം. കഴിഞ്ഞ ടെസ്റ്റിൽ ഇതുപോലെ ആദ്യ ദിവസം നന്നായിട്ട് ബാറ്റ് ചെയ്തിട്ട് അടുത്ത ദിവസം പെട്ടെന്ന് നമ്മുടെ ഇന്നിങ്സ് കൊളാപ്സ്ഡ് ആവുകയായിരുന്നു. അത് സംഭവിക്കാതിരിക്കട്ടെ. വാഷിങ്ടൺ സുന്ദർ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കൂട്ടുകെട്ട്, നിലവിലുള്ള കൂട്ടുകെട്ടും പിന്നെ വാഷിങ്ടൺ സുന്ദറിൻ്റെ ഒരു സംഭാവനയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. 80 ഓവറുകൾ കഴിഞ്ഞ ഉടനെ സെക്കൻഡ് ന്യൂ ബോൾ ഡ്യൂ ആയ ഉടനെ ന്യൂ ബോൾ എടുത്തു ബെൻ സ്റ്റോക്സ്. അതുപോലെ തന്നെ വോക്സിനെയും കാർഡ്സിനെയും ഒക്കെ പന്ത് ഏൽപ്പിച്ചു. 5-6 ഓവർ അങ്ങനെ അവർ എറിയുകയും ചെയ്തു. 5 ഓവർ അങ്ങനെ എറിയുകയും ചെയ്തു. പക്ഷേ നമ്മൾ സർവൈവ് ചെയ്ത് നിന്നിട്ടുണ്ട്. നാളെ ഈ ന്യൂ ബോൾ ആകെ 5 ഓവറുകളുടെ പ്രായമേ അതിനുള്ളൂ. 5 ഓവർ ഓൾഡ് ന്യൂ ബോളാണ്. നാളെ രാവിലെ എങ്ങനെ തരണം ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീഡിയോ എത്താം.